പെട്ടെന്ന് ഒരാൾ വന്നാൽ ഇത് എന്താണ് ബസ് സ്റ്റാൻഡാണോ പാർട്ടി ഓഫീസാണോ എന്ന് അവർക്കൊരു സംശയം വരും. നിങ്ങളുടെ ചോദ്യം കറക്റ്റാ. ഞാൻ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിലേക്കാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ്. പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടി അവർ എല്ലാം ശരിയായി. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവരൊരു പ്രസ്താവന ഇറക്കിയായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ കൊടി തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മാസങ്ങളായിട്ടും ഇത് അഴിച്ചു മാറ്റാൻ, ഇത് നീക്കം ചെയ്യാനോ യാതൊരു നടപടിയുമില്ല. പൊതുജനങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം ഉണ്ടാക്കരുത്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഇവിടുത്തെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും കൊല്ലം MLA-യുടെയും ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ വാർത്ത പുറത്തുവിടുന്നത്. ഞാൻ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിലേക്കാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ്. ശരിക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊടി തോരണങ്ങൾ കെട്ടിടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നാളിതുവരെയായിട്ടും ഇത് അഴിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ഇവിടുത്തെ സർക്കാരോ അധികാരികളോ തയ്യാറാകുന്നില്ല. ഞങ്ങൾ ഈ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കണ്ട കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളാണിത്. ശരിക്കും സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ കൊടി തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മാസങ്ങളായിട്ടും ഇത് അഴിച്ചു മാറ്റാൻ, ഇത് നീക്കം ചെയ്യാനോ യാതൊരു നടപടിയുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതെങ്കിൽ ഒരു പാർട്ടി ഓഫീസ് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഈ ബസ്സൊക്കെ കിടക്കുന്ന കാണുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതെന്താണ് ഈ അവസ്ഥ ഇങ്ങനെ? അത് നമ്മൾ ഈ സ്റ്റാൻഡിൽ കിടന്ന ഓടുന്ന ഓട്ടോ ഡ്രൈവേഴ്സാണ്. നമുക്ക് ഇത് അറിയാൻ കഴിഞ്ഞത് അവരുടെ ഈ കഴിഞ്ഞ 30-ാം തീയതി ഏപ്രിൽ 30-ന് ഇവരുടെ റഫറണ്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓരോ യൂണിയനും പാർട്ടി ഓഫീസ് പോലെ ഇവിടെ ഓഫീസ് കെട്ടിയിട്ടുള്ളത്. പക്ഷെ അത് എന്തോ കാരണവശാൽ അത് അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ച്. ഈ കൊടി തോരണങ്ങൾ ഇനിയും നമ്മൾ സഹിക്കേണ്ടി വരും. കൊടിയൊക്കെ പെട്ടെന്ന് ഒരാൾ വന്നാൽ ഇത് എന്താണ് ബസ് സ്റ്റാൻഡാണോ പാർട്ടി ഓഫീസാണോ എന്ന് അവർക്കൊരു സംശയം വരും. നിങ്ങളുടെ ചോദ്യം കറക്റ്റാ. പക്ഷേ ഇത് സംഭവം ഇതാണ്. അതായത് ഇത് ഇവരുടെ റഫറൻഡമാണ്. അത് 3 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ്. അതിപ്പോൾ എന്തോ കാരണവശാലും മാറ്റിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കൊടിതോരണങ്ങൾ പുറത്ത് മാത്രം, ഇതിന്റെ ഇരട്ടിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന യാത്രക്കാർക്ക് ഒരു തരത്തിലത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്യേണ്ടുന്ന സംഭവം എന്ന് പറയുന്നത് ഇത് ബന്ധപ്പെട്ട ഇതിൻ്റെ മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി, ഈ ഒരു ബസ് സ്റ്റാൻഡ്, ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ആണ്, പൊതുജനങ്ങൾ വരുന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം ഉണ്ടാക്കരുത്. പക്ഷേ ഇതൊന്നും മാത്രമല്ല, നാളുകളായിട്ട് ഈ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ വളരെ നാൾക്ക് നാൾ പോകുന്തോറും ഇത് വളരെ ശോചനീയമാണ്. ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റ് ഇടാതെ അവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. മേളിലുള്ള കോൺക്രീറ്റ് പാളിയൊക്കെ എപ്പോഴാണ് തലേ വന്ന് വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ പോലെ അവസ്ഥ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിപ്പോ ഇവിടെ നിന്ന് കൊട്ടാരക്കരയിലേക്ക് മാറ്റുന്നു എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷെ നാളിതുവരെയായിട്ടും ഒരു അനക്കവും ഇല്ല, നടപടിയുമില്ല. അത് ശരിയാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെയും കേട്ടറിയുന്നുണ്ട്. ഇത് കണക്ക് MLA ഫണ്ട് ചെയ്ത 5 കോടി രൂപയും പിന്നെ
സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 10 കോടി രൂപയും ചിലവാക്കി പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടി അവർ എല്ലാം ശരിയായി. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവരൊരു പ്രസ്താവന ഇറക്കിയായിരുന്നു. കഴിഞ്ഞ മാസം അവസാനമോ അല്ലെങ്കിൽ ഈ മാസം ആദ്യമോ, ഇതുവരെ അതിൻ്റെ അനക്കമൊന്നും ആയിട്ടില്ല. അതിനകം വെച്ച് ഇതിൻ്റെ ഒരു മന്ത്രിസഭ തീരുമാനം ഉണ്ടാകുകയും ഈ ബിൽഡിംഗ് പൊളിച്ച് പുതിയ ബിൽഡിംഗ് 15 കോടി രൂപയ്ക്ക് ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. എന്തുകൊണ്ട് ഇത് നീണ്ടു പോകുന്നത് ആരുടെ അനാസ്ഥയാണെന്നറിയാൻ വയ്യ. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇത്തരത്തിൽ ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നാളിതുവരെയായിട്ടും ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാഫുകളെ കൊട്ടാരക്കരയിലേക്ക് മാറ്റാനുള്ള യാതൊരു പ്രവർത്തനങ്ങളോ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിലവിൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഡിപ്പോ കൊട്ടാരക്കരയിലേക്ക് മാറ്റാൻ തീരുമാനമുണ്ടായി എന്നറിഞ്ഞിട്ട് നാളുകളായിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയുമില്ല. ഈ അഴുക്ക് നിറഞ്ഞ സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും നടത്താതെ വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരത്തിനിടയിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഇവിടുത്തെ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ഏതായാലും ഇതിനൊരു അറുതിയില്ലേ എന്നാണ് ഞങ്ങൾ ഇവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.